വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. സഹജീവികളോടുള്ള സ്നേഹം അതിരുകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എന്നിവയെ മറികടന്ന് നമ്മെയെല്ലാം ഒന്നിപ്പിക്കുന്ന സാർവത്രിക ഭാഷയാണ് സ്നേഹം. ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുവാനും മുറിവുകൾ ഉണക്കുവാനും കൂടുതൽ അകമ്പയുള്ള ഒരു ലോകം സൃഷ്ടിക്കുവാനും കഴിയുന്ന ഒരു ശക്തിയാണ് സ്നേഹം. വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ എല്ലാവരോടും ദയ, സഹാനുഭൂതി, ബഹുമാനം എന്നിവ കാണിക്കുക എന്നതാണ് സഹജീവികളോടുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് നാം ഈ ദിനങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛന് വേണ്ടിയുള്ള തെരച്ചിലും വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതത്തിനിടയിൽ സ്വന്തം ജീവനെ പോലും പകവയ്ക്കാതെ തങ്ങളുടെ സഹജീവികളെ രക്ഷിക്കുവാൻ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളും നമ്മളെ, നമ്മുടെ സഹജീവികളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പരിപാലിക്കണം എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ഈ സ്നേഹം ദുരിതത്തിൽ മാത്രം കാണിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറുവാനുള്ളതാണ്. അതിനായി കുട്ടികളായ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ ദിവസവും സഹജീവികളോടുള്ള സ്നേഹം പരിശീലിക്കുവാൻ അതുല്യമായ അവസരം നമുക്കുണ്ട്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ ഈ ലോകത്തിലെ ഭാഗ്യമാണ്. ഒരു നല്ല ഭാവിക്കായി നാം ഒത്തിരിയേറെ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പാഠം 1. നമുക്ക് ജന്മം നൽകി നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. പാഠം 2. നമുക്ക് വിദ്യാഭ്യാസം നൽകി നമ്മെ നേർവഴിക്ക് നയിക്കുന്ന നമ്മുടെ ഗുരുഭൂതരെ ആദരിക്കുക. പാഠം 3. നമ്മെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെ കൈവിടാതെ ചേർത്ത് പിടിക്കുക. പാഠം 4. അശരണരായവരോട് കാരുണ്യത്തോടെ പെരുമാറുക. ഓരോ വ്യക്തിയും എന്റെ സഹോദരങ്ങൾ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുക. ആപത്തുകളിൽ അവർക്ക് താങ്ങാവുക. പാഠം 5. നാം ജീവിക്കുന്ന ഈ മനോഹരമായ പ്രകൃതിയെ പരിപാലിക്കുക. അവയ്ക്ക് ഹാനികരമാകുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. കൂട്ടുകാരെ, ഇന്ന് ഈ യുദ്ധത്തിന്റെയും കാഹളത്തിന്റെയും ഭിന്നതയുടെയും ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ സഹജീവികളോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാക്കുവാൻ കുട്ടികളായ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ വ്യക്തിത്വത്തിന് ഭാഷയായിരിക്കണം സഹജീവികളോടുള്ള സ്നേഹം. എപ്പോഴും നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും ഈ സ്നേഹം ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ആഗ്രഹിക്കുകയും ഒത്തൊരുമയോടെ ജീവിക്കുകയും